9 വാക്യത്തിൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അപ്പോൾ അവന്റെ മരണമാണ് നമുക്ക് നീതിയെ നൽകുന്നത്. 11 വാക്യത്തില് അവിടെ കാണുന്നതെന്നറിയാമോ? ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു. 27 വാക്യത്തിൽ ആകെ പ്രശംസ എവിടെ അത് പോയിപ്പോയി എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പൊ എന്താ പറയുന്നറിയാമോ? ദൈവത്തിൽ പ്രശംസിക്കുന്നു. കാരണം എങ്ങനെ പ്രശംസിക്കുന്നു? ക്രിസ്തു നിമിത്തം. വാട്ട് ഡസ് ഇറ്റ് മീൻ? യേശു കർത്താവ് എനിക്ക് വേണ്ടി നീതിയായി തീർന്നത് കൊണ്ട് എന്റെ പ്രശംസ ഇപ്പോൾ എന്നിലല്ല, ആരിലാണ്? ദൈവത്തിലാണ് ഞാൻ ബോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യന് ലഭ്യമായ നീതീകരണത്തെ കുറിച്ചാണ്. അവൻ നമ്മുടെ നീതി എന്നാണ് 1 Corinthians 1 വാക്യത്തിൽ കാണുന്നത്. പാപം അറിയാത്തവനെ, യേശുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. പാപിയാക്കിയെന്നല്ല, പാപമാക്കി. യേശുവിനെ മനുഷ്യവർഗത്തിന്റെ മൊത്തം ജനതയുടെയും പാപം എന്നതുപോലെയാണ് ദൈവം ട്രീറ്റ് ചെയ്തത്. പാപിയാക്കിയെന്നല്ല അതിന്റെ അർത്ഥം. പാപം, ഹി മെയ്ഡ് ഹിം സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ മൊത്തം പാപം കൂടെ എടുത്ത് കൂട്ടി എല്ലാം കൂടെ തുന്നിക്കൂട്ടി എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെന്താണോ അതായിട്ടാണ് ക്രൂസിൽ കിടക്കുന്ന യേശുവിനെ ദൈവം കണക്കാക്കിയത്. അതുകൊണ്ടാണ് പാപമാക്കി എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് ആകുന്നത്. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മൊത്തം പാപത്തെയും എങ്ങനെ കണ്ടോ അതുപോലെയാണ് യേശുവിനെ അന്നേരം ദൈവം നോക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡ്? അതാണ് നമ്മുടെ രക്ഷ സാധ്യമാക്കി തീർത്ത കാര്യം. അവനെ പാപിയാക്കിയായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാകത്തില്ലായിരുന്നു. അവനെ പാപമാക്കിയത് കൊണ്ട് ആണ് പാപത്തിന് കാൽവരി ക്രൂശിൽ ശിക്ഷ വിധിക്കുന്നത്. പാപത്തിന്, the whole sin, the sin of the whole mankind, അതിനെ മൊത്തമായിട്ട് പണിഷ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കാൽവരി ക്രൂശിൽ. അവൻ നമ്മുടെ നീതിയായി, ഈ രക്ഷണ്യ പ്രവൃത്തി നമ്മെ നീതീകരിക്കാനായി യേശു പാപമായി തീർന്ന, പാപത്തിന് ക്രൂശിൽ ശിക്ഷ വിധിച്ച പ്രവൃത്തി കംപ്ലീറ്റ് ആണെന്ന് തിരിച്ചറിയുന്നതാണ്. അതാ യേശു പറയുന്നത് 16 വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. നോക്ക്, വെരി ഇൻട്രസ്റ്റിംഗ് പാസേജ്. ഒരു തമാശ പോലെ തോന്നും. അപ്പൊ ഇതിനകത്തെന്തോ നീതി? ഞാൻ അങ്ങ് പോവുകയാണ്, പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. വാട്ട് ഈസ് ദി ഇംപ്ലൈഡ് മീനിങ് ഹിയർ? എന്ത് പ്രവൃത്തിക്കായി ഞാൻ ഭൂമിയിൽ വന്ന്, ഭൂമിയിൽ ഞാൻ എന്തിനാ വന്നത്? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഞാൻ ജഡാവതരണം ചെയ്തത് എന്തിനാണോ അത് എന്റെ ജഡത്തിൽ ഞാൻ പൂർത്തിയാക്കി. എന്നിട്ടാണ് ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത്. അത് പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിതാവ് എന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വിടത്തില്ല, ദേഹരൂപത്തിൽ തിരിച്ചു വിടത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. എന്തിനു വേണ്ടി ഞാൻ ദേഹരൂപമെടുത്തോ അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് എന്താണ്, ഇനി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, തിരിച്ച് വരത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തിനു വേണ്ടി? അതായത് ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും പിന്നിങ്ങോട്ട് മടങ്ങി വരാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാന് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് ചെയ്യും? നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. അപ്പോൾ ഇതും നീതിയുമായിട്ട് എന്താണ് ബന്ധം? നീതീകരിക്കപ്പെടും. മനുഷ്യവർഗത്തിന് നീതീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. മനുഷ്യവർഗത്തിന് നീതീകരണം സാധിക്കുന്നത് അവന്റെ രക്തത്താലാണ്. സോ വെൻ ഹി ഡൈഡ് ഓൺ ദ ക്രോസ് എന്താ സംഭവിക്കുന്നത് അറിയാമോ? മനുഷ്യവർഗത്തിന് നീതീകരണം കംപ്ലീറ്റ് ആയി. റൈച്ചസ്നെസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയി. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഒന്നുകൂടെ തിരിച്ചയച്ചേനെ വന്നു. ഈ കോട്ട്. അപ്പോൾ ഇപ്പൊ കർത്താവ് പറയാണ്, ഞാനിപ്പോൾ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത്. കാണാതെന്ന് പറയുന്നത് അവിടെ ജഡരൂപത്തിൽ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചു. ഈ കോട്ട് കംപ്ലീറ്റ് എന്നുള്ളതാണ്. ജസ്റ്റിഫിക്കേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റ്. അവിടെ പറയുന്നത് ദ റൈച്ചസ്നെസ് ഓഫ് ജീസസ് വാസ് കംപ്ലീറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ പറ്റത്തില്ല. ദ റൈച്ചസ്നെസ്, യേശു കർത്താവിന്റെ നീതീകരണം പൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. യേശുവിന്റെ നീതി പൂർണ്ണമായിരിക്കണം. ഹി വാസ് എ കംപ്ലീറ്റ് റൈച്ചിയസ് പേഴ്സൺ വെൻ ഹി ലിവ്ഡ് ഇൻ ദിസ് വേൾഡ്. അതിനകത്തൊരു ചെറിയ പാളിച്ച ഉണ്ടായിരുന്നെങ്കിൽ ഈ നീതീകരണം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു, കംപ്ലീറ്റ് ആകത്തില്ല. സോ ദ റൈച്ചിയസ്നെസ് ഓഫ് ജീസസ് വാസ് കംപ്ലീറ്റ്. യു ഗെറ്റ് മീ എവരിബഡി? വളരെ ചെറിയ കാര്യമാണെങ്കിലും എന്താ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ദ റൈച്ചിയസ്നെസ് ഓഫ് ജീസസ് വാസ് കംപ്ലീറ്റ്. When Jesus lived in this world, he was totally righteous. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരും എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും അല്ലേ? ആർക്കും എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയത്തില്ല എന്ന് പറയുകയാണ്. ബോധ്യം വരുത്താനായിട്ട് കഴിയുകയില്ല. അവൻ നീതിമാനാണ്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:1 പറയുന്നത്, നീതിമാനായ യേശു ക്രിസ്തു നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ കാര്യസ്ഥനായിട്ടുണ്ട്. The righteous Jesus
സ്വർഗത്തിലും അവന്റെ പേരിൽ എന്താണ് എഴുതിക്കുന്നത്? ഹി വാസ് റൈച്ചസ് വെൻ ഹി ലിവ്ഡ് ഇൻ ദിസ് വേൾഡ്. ലോകത്തിൽ ജീവിച്ചപ്പോൾ. ലൂക്കോസിന് ശേഷം 23-ാം വാക്യത്തിൽ ശതാധിപൻ സെഞ്ചൂറിയൻ വാസ് ലുക്കിംഗ് അറ്റ് ജീസസ് ആൻഡ് ഹി സെഡ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം, അല്ലേ? പീലാത്തോസ് പറയുന്നത്, ഈ മനുഷ്യനിൽ ഞാനൊരു അനീതിയും കാണുന്നില്ല. അവൻ യേശു കർത്താവിനെ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ദ റൈച്ചിയസ്നെസ് വാസ് കംപ്ലീറ്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അവസ്ഥയിൽ പോലും പിശാചിന് ഞാൻ വഴങ്ങിക്കൊടുത്തിട്ടില്ല. സോ ദ റൈച്ചിയസ്നെസ് ഓഫ് ജീസസ് വാസ് കംപ്ലീറ്റ്. സോ ദ പനിഷ്മെന്റ് ഫോർ അൺറൈച്ചിയസ്നെസ് വാസ് കംപ്ലീറ്റ്. റൈച്ചിയസ്നെസ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് പനിഷ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത്. യു ഗെറ്റ് മീ? ശിക്ഷ പൂർണ്ണമാകുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ നീതി പൂർണ്ണമായതുകൊണ്ടാണ്. യേശുവിന്റെ നീതി പൂർണ്ണമായിരുന്നു. അതുകൊണ്ട് ബിക്കോസ് ജീസസ് വാസ് കംപ്ലീറ്റ്ലി റൈച്ചിയസ്, ഹി വാസ് പനിഷ്ഡ് ഫോർ കംപ്ലീറ്റ് അൺറൈച്ചിയസ്നെസ്. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് പ്രോസസ്. അതുകൊണ്ട് എന്താണ്? ദ റൈച്ചിയസ്നെസ് ഓഫ് ജീസസ് വാസ് കംപ്ലീറ്റ്. ദ പനിഷ്മെന്റ് ഫോർ അൺറൈച്ചിയസ്നെസ് വാസ് കംപ്ലീറ്റ്. സോ ദ ജസ്റ്റിഫിക്കേഷൻ ഓൾസോ ഈസ് കംപ്ലീറ്റ്. കർത്താവിന്റെ നീതി പൂർണ്ണമായിരുന്നു, അതുകൊണ്ട് ശിക്ഷ പൂർണ്ണമായിരുന്നു, അതുകൊണ്ട് നീതീകരണവും പൂർണ്ണമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല. ആൻഡ് ദാറ്റ്സ് ദ റീസൺ ദ ഹെവൻലി ഫാദർ ഡിഡ് നോട്ട് സെൻഡ് ഹിം ബാക്ക് ടു ദ വേൾഡ് ഇൻ ബോഡിലി ഫോം. പ്രൈസ് ദി ലോർഡ്. എത്ര ക്ലിയർ ആയിട്ട് കർത്താവ് പറഞ്ഞ വാക്യം അല്ലേ? ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു, ഇനി നിങ്ങൾ എന്നെ കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വന്ന് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും ഇനി ദേഹരൂപത്തിൽ നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. Satan has been completely defeated on the cross. പിശാച് പൂർണ്ണമായും കാൽവരി ക്രൂശിൽ പരാജിതനായി തീർന്നു. പൂർണ്ണമായും. കൊലോസിയൻസ് ചാപ്റ്റർ 2:15 നമ്മൾ കാണുന്നത്, he disarmed the principalities and powers of darkness. He disarmed. അവൻ സകലത്തെ ആയുധവർഗം വെപ്പിച്ചു എന്നുള്ള വാക്കാണ്. ആയുധവർഗം വെപ്പിച്ചു. കീഴടക്കി എന്നുള്ള മാത്രമല്ല, ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ആയുധവർഗം വെപ്പിച്ചത് ഈ ഈസ്റ്റേൺ പാകിസ്ഥാൻ വെച്ച് നടന്ന യുദ്ധമുണ്ടല്ലോ, ബംഗ്ലാദേശ് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ജനറൽ സാം മനക്ഷയായിരുന്നു അന്നത്തെ നമ്മുടെ ജനറൽ. സാം മനക്ഷെ വേറെ ഒരിത്തരും ചെയ്യാത്ത പോലെ സാം മനക്ഷ എന്ന് പറയും. ഹി വാസ് വളരെ ഒരു നമ്മളുടെ പിന്നീട് അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. സാം മനക്ഷെ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ he was asking all the soldiers of the enemy camp to come and put their arms. അവിടെ ആയുധമെല്ലാം കൊണ്ട് മുന്നേ വെക്കാൻ. he stood like this. വരുന്നവർ എന്ത് ചെയ്യണമായിരുന്നു? പ്രതീകാത്മകമായി അവിടുത്തെ ജനറൽസും ബാക്കിയുള്ള ആളുകളും എന്ത് ചെയ്തു? ആയുധം കൊണ്ട് താഴെ വെച്ചു. ദാറ്റ് മീൻസ് the battle is over, the victory is complete. ഇനി അവിടെ ഗറില്ലാസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. the victory is complete എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൊലോസിയൻസ് ചാപ്റ്റർ 2:15 പറയുന്നത് എന്താണ്? ആയുധവർഗം വെപ്പിച്ചു. എബ്രായ ലേഖനം 2-14-15 വാക്യങ്ങളിൽ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ അവൻ നീക്കി. തന്റെ മരണത്താൽ അവൻ നീക്കി. And that was complete. Jesus embraced death willingly as the only righteous person who ever lived in the world, who lived a life of complete righteousness, never needed a death. അങ്ങനെ ആ പ്രകാരം ജീവിച്ച യേശുവിന് ഒരിക്കലും ഒരു മരണം ആവശ്യമുണ്ടായിരുന്നില്ല. But he died for our sins. By his death, he punished the authority of death. മരണത്തിന്റെ അധികാരിയെ അവൻ എന്ത് ചെയ്തു? അവന്റെ മരണത്താൽ തോൽപ്പിച്ചു. പാതാളത്തിന്റെ വാതിലുകൾ അന്ന് വരെ അകത്തോട്ടേ തുറക്കത്തുള്ളായിരുന്നു. ആരും പുറത്തോട്ട് വന്നിട്ടില്ല. യേശു കർത്താവ് പാതാളത്തിലോട്ട് കയറുന്നതിന് മുമ്പ് എന്നും എന്താണ്? വാതിൽ എങ്ങോട്ടേ തുറക്കത്തുള്ളൂ? അകത്തോട്ടേ തുറക്കത്തുള്ളൂ. ചെല്ലുന്നവനല്ല അകത്തോട്ട് പോകും, അല്ലാതെ ആരും എന്ത് ചെയ്തിട്ടില്ല? പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷെ യേശു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അൺറൈച്ചിയസ്നെസ് ഒന്നും അവനില്ലാഞ്ഞതുകൊണ്ട് പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പാതാളത്തിന്റെ ഇന്ന് വരെ ഇങ്ങോട്ട് തുറക്കാത്ത വാതിൽ മലർക്ക തുറന്നങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. ആൻഡ് ഹി റിലീസ്ഡ് the captives in the hell. അവൻ പാതാളത്തിൽ captives ആയിട്ട് സാത്താൻ പിടിച്ചു വെച്ചിരുന്നവരെ അവൻ എന്ത് ചെയ്തു? he released. അപ്പോൾ അവൻ പാതാളത്തിന്റെ വാതിൽ പുറത്തോട്ട് തള്ളി തുറന്ന് അതിന്റെ വാതിലിനെ തകർത്ത് കളഞ്ഞു. അതിന്റെ അധികാരത്തെ നിർമൂലമാക്കി കളഞ്ഞു. ആരും അടയ്ക്കാതെ വണ്ണം അവൻ പാതാളത്തിന്റെ വാതിൽ തുറന്നു വെച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ജീസസ് came to this world to destroy the works of devil. പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത് കളയാനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത് കളയുവാൻ. ഈ നീതിയെ
ആണ് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നത് ഈ നീതിയെ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സ്വന്തം നീതിയിൽ ഈ നീതി അവഗണിച്ച് സ്വന്തം നീതി അന്വേഷിക്കുന്നവരെ ഞാൻ പറയട്ടെ, പാപത്തിന് പകരം പ്രാർത്ഥിച്ചോ ഉപവസിച്ചോ ശരീരത്തെ ദണ്ഡിപ്പിച്ചോ പാട്ടുപാടിയോ കൺവെൻഷന് പോയോ തീർത്ഥാടനം നടത്തിയോ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിക്കുന്ന ആളുകളെ ഞാൻ പറയട്ടെ, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. യു കൻ നോട്ട് ഗെയിൻ എ റൈച്ചസ്നെസ് ഓഫ് യുവർ ഓൺ. നിങ്ങളുടെ സ്വന്തമായ ഒരു നീതി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? യേശു ക്രിസ്തുവിന്റെ നീതിയിൽ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. റോമാലേഖനം 10-3 വാക്യത്തിൽ യഹൂദനെ പറ്റി പൗലോസ് പറയുന്നു, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നമ്മുടെ പ്രശ്നം എന്നറിയാം, when we try to compensate our sins with some of the deeds that we do, നമ്മൾ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് റോമാലേഖനം 10 വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനെ 9-10 വാക്യങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത്? യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അതാണ് എൻ്റെ നീതിക്ക് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതാണ് എൻ്റെ നീതിക്ക് കാരണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അതാണ് എൻ്റെ രക്ഷയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മൂന്നാമത് പറയുന്ന കാര്യമാണ്. ന്യായവിധിയെക്കുറിച്ചും പറയുന്നത് ദ ഹോൾ ഗോസ്പൽ ഇൻ വൺ വേഴ്സ്. എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സുവിശേഷം ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ദ ഗോസ്പൽ സെയ്സ് അബൌട്ട് സിൻ, ദ ഹെൽപ്ലെസ് സ്റ്റേജ് ഓഫ് എ സിന്നർ. അതാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത്. ഇതിക്കുള്ളെന്താ വേണ്ടത്? ഇതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് ബോധ്യമാവുകയാണ്, അതാണ് സുവിശേഷം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ഈസ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് സിൻസ്, ദ ഹെൽപ്ലെസ് സ്റ്റേജ് ഓഫ് എ സിന്നർ. ആൻഡ് സെക്കൻഡ്, ഇറ്റ് ഈസ് റൈച്ചിയസ്നെസ്. പാപം എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്? പാപത്തെക്കുറിച്ച് ബോധ്യമാകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവൻ എന്തുണ്ടാകുന്നു? അവന്റെ നിസ്സഹായ അവസ്ഥയെ അവന് ബോധ്യമാകുന്നു. റൈച്ചിയസ്നെസ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഹോപ്പ് ഫോർ ദ സിന്നർ, ദോസ് ഹു ബിലീവ്. അതാണ് പ്രത്യാശ. വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? നീതീകരണം ലഭിക്കുന്നു എന്ന പ്രത്യാശ. അപ്പോൾ ആദ്യത്തെ നിരാശ എന്താണ്? പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്ന നിരാശ. അതുകൊണ്ടാണ് ഞാൻ അലറി കരയുന്നത്. എന്നാൽ നീതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്കൊന്നുണ്ടാകുന്നു? പ്രത്യാശ ഉണ്ടാകുന്നു. ആൻഡ് അബൌട്ട് ജഡ്ജ്മെന്റ്, പണിഷ്മെന്റ് ഫോർ ദോസ് ഹു ഫെയിൽ ടു ബിലീവ്. സോ ദ സിൻ, hopeless stage of the sinner, righteousness, the hope for those who believe, and judgment, the punishment for those who fail to believe. ഇത്രയുള്ള സുവിശേഷം. ഈ 3 കാര്യങ്ങളിൽ സുവിശേഷം അടങ്ങിയിരിക്കുന്നു. ജഡ്ജ്മെന്റ്. എന്തുകൊണ്ട് ജഡ്ജ്മെന്റ്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയാൽ ന്യായവിധിയെക്കുറിച്ചും. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും പറയുന്ന ഭാഗം ആലോചിക്കണം. Satan is a defeated enemy and he was defeated at the cross. നമ്മൾ കൊലോസ്യ ലേഖനം 2-15 വാക്യത്തിൽ and he is condemned for hellfire. ആര്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? Revelation 19:20 മൃഗത്തെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പിശാചിനെയും അവിടെ തള്ളിയിടുന്നു. 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അതിന്റെ 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. കംപ്ലീറ്റ്